ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ത്രിയേക ദൈവത്തിന് സ്തുതി. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടാനിട വരട്ടെ. ഒരു പ്രാവശ്യം കൂടി ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വചനത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അതിനു അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇവിടെ നാം കാണുന്നു, അതുവരെ ഒന്നിച്ചിരുന്നവർ രണ്ടായി പിരിയുന്നു. ഇത് കരുണയുള്ള കർത്താവ് തൻ്റെ അവസാന നാളുകളോട് അടുത്തപ്പോൾ പരസ്യശുശ്രൂഷയെല്ലാം തീർന്നു. ഒലിവുമലയിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും അവസാന നാളുകളെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 10 കന്യകമാരുടെ ഉപമ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. കർത്താവിൻ്റെ വരവിനായി നാം ഒരുങ്ങിയിരിക്കുക. ഒരുങ്ങിയിരിക്കുന്നവരും അല്ലാത്തവരും രണ്ടും രണ്ടായി തിരിയാൻ പോകുന്നു. കർത്താവ് ഒരു മുന്നറിയിപ്പോടു കൂടിയാണ് ഈ ഉപമ പറയുന്നത്. ഉപമയുടെ ആരംഭത്തിൽ 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നു, സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. 10 കന്യകമാർ അവർ ഒരുമിച്ചൊരു ഡിസിഷൻ എടുക്കുന്നു. മണവാളൻ വരാറായി, എതിരേൽക്കാൻ പുറപ്പെടണം. ഒരേ കൂട്ടായ്മയിലുള്ളവർ, ഒരേ പ്രാർത്ഥനക്കാർ, ഒരേ ഇടവകയിലുള്ളവർ, ഒരേ സമൂഹത്തിലുള്ളവർ. എല്ലാവർക്കും അറിയാം കർത്താവ് വരും, രണ്ടാമത് വരുമെന്ന്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-1 നാം വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും നിങ്ങളെ ചേർത്തുകൊള്ളും. എത്ര പ്രത്യാശജനകമായ വാക്കുകൾ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോടും അതുവഴി നമ്മോടും പറയുന്നു. ഇത് ഈ 10 കന്യകമാരും അറിഞ്ഞിട്ടുണ്ട്. 10 കന്യകമാർക്കും യേശുവിനെ അറിയാം. അവർ ഒന്നിച്ച് ഒരു കൂട്ടായ്മയിൽ വചനം കേൾക്കുന്നവരാണല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നു, ഒരു 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും. എന്താണ് അങ്ങനെ പറയുന്നത്? 2 കൂട്ടരും വിളക്കെടുത്ത് യാത്ര പുറപ്പെട്ടവരാണ്. അവർ പുറപ്പെട്ടു എന്നാണ് നാം കാണുന്നത്. പുറപ്പെട്ടപ്പോൾ പലരും അവരോട് ചോദിച്ചു കാണും, കൂട്ടരെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഈ വിളക്കെടുത്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ പുറപ്പെടുന്നത് എന്നെല്ലാം ചോദിച്ചു കാണും. നമുക്ക് നോയമ്പുണ്ട്, നമസ്കാരമുണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്, ഇതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടങ്ങ് ജീവിച്ചാൽ പോരെ ചോദിച്ചു കാണും. പക്ഷേ അവ ധൈര്യത്തോടെ ഉത്തരം പറഞ്ഞു കാണും, ഞങ്ങളുടെ മണവാളൻ വരാറായി, മണവാളിനെ എതിരേൽക്കാൻ ഞങ്ങൾ പുറപ്പെടുകയാണ്, വിളക്ക് തെളിയിച്ചു കൊണ്ട് പുറപ്പെടുകയാണ്. വചനം പറയുന്നു, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ, ഞങ്ങൾ വിളക്ക് കത്തിച്ച് മണവാളിനെ എതിരേൽക്കാൻ പോവുകയാണ്. വാസ്തവത്തിൽ എത്ര ഭാഗ്യകരമായ അവസ്ഥ. പക്ഷേ ഹൃദയങ്ങളെ കാണുന്ന പരിശുദ്ധാത്മാവാം ദൈവം
പറയുന്നു 5 പേർ ബുദ്ധിയുള്ളവർ. എന്താണ് അവരുടെ ബുദ്ധി? ഈ ലോകത്തിലെ ജ്ഞാനമാണോ? അല്ല. ഈ ലോകത്തിലെ വിവേകമോ കാഴ്ചപ്പാടോ വല്ലതുമാണോ? ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. അവർക്കൊരു സുബോധം കിട്ടി. തങ്ങൾ ആരാണ്? തങ്ങൾ ആരെയാണ് എതിരേൽക്കാൻ പോകുന്നത്? എങ്ങനെയാണ് എതിരേൽക്കേണ്ടത്? ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറവ് എപ്പോഴും ഇല്ലെങ്കിൽ ആ പോകുന്ന വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രയെന്നാണ് വചനം പറയുന്നത്. പോരാട്ടമുള്ള ജീവിതം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ അനുഗമിക്കട്ടെ എന്ന്. ഇതെല്ലാം ആ 5 കന്യകമാർ ഉൾക്കൊണ്ടിരുന്നു. അവർക്കറിയാം തങ്ങൾ പോകുന്നിടത്ത് പ്രതികൂലങ്ങളുണ്ടാകും, പിശാചിനോടുള്ള പോരാട്ടമുണ്ട്, പാപത്തോട് പോരാടി ജയിക്കേണ്ടിയിരിക്കുന്നു, ബലാത്കാരികളാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. ഇതെല്ലാം അവർക്ക് ഒരു മനസ്സിലാക്കത്തക്കവണ്ണം കരുണയുള്ള കർത്താവ് അവരുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തു. ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം കർത്താവ് തുറന്നു തരട്ടെ. ആത്മാവിൻ്റെ അഗാധങ്ങൾ മനസ്സിലാക്കുവാൻ, ആത്മീയമായൊരു ഉൾക്കാഴ്ച കിട്ടുവാൻ, യേശു ആരെന്നറിയുവാൻ, ആരെയാണ് നാം പിൻപറ്റുന്നതെന്നറിയുവാൻ. നമ്മുടെ അരുമമണവാളൻ വരും, അപ്പോൾ എങ്ങനെയാണ് ഒരുങ്ങി നിൽക്കേണ്ടതെന്നറിയുവാൻ എല്ലാം പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ഉൾക്കണ്ണ് തുറന്നു തരണം പ്രിയപ്പെട്ടവരെ. എന്നാൽ മാത്രമേ ഈ യാത്ര, ഈ പോരാട്ടമുള്ള ജീവിതം തുടർന്ന് അരുമ മണവാളനെ വിളക്ക് കത്തിച്ചുകൊണ്ട് എതിരേൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നാം വായിക്കുന്നു, മണവാളൻ വരാൻ താമസിച്ചു. അപ്പോൾ അവർ മയക്കം പിടിച്ച് ഉറങ്ങി. ഈ 5 ബുദ്ധിയുള്ള കന്യകമാർ തങ്ങളുടെ വിളക്കിൽ എണ്ണയെടുത്തു, വേറെ പാത്രത്തിലും കൂടി എണ്ണയെടുത്തു. പക്ഷേ ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒരലംഭാവത്തോടെ. പിന്നെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ വരും, അത് സ്വാഭാവികമാണ്, ഏത് മനുഷ്യനും വരാവുന്നതാണ്. മനുഷ്യനല്ലേ, കർത്താവ് സ്നേഹമുള്ളവനല്ലേ, അതൊക്കെ അങ്ങ് ക്ഷമിച്ചു തരും, പുറത്തു തരും. ഇങ്ങനെ ഒരു അലംഭാവത്തോടു കൂടി, അങ്ങനെ വലിയ തീക്ഷ്ണതയില്ലാതെ അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവരുടെ കൂടെ. എന്താണ് സംഭവിച്ചത്? മണവാളൻ വരാൻ താമസിച്ചു. അപ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ഏതവസ്ഥയിലാണ്? മയക്കം പിടിച്ചുറങ്ങുന്ന അവസ്ഥയാണോ? ആത്മാവിൽ ക്ഷീണിച്ചു പോയ അവസ്ഥയാണോ? നാം ആരാണ്, എങ്ങനെ ജീവിക്കണമെന്ന് അറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം ആരാണ്? 2 കൊരിന്ത്യർ 11:2 നാം വായിക്കുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടവരാണ് നാം. നാം ആരാണ്? ഞാൻ ഓർക്കുന്നു, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വലിയൊരു സർജറി, മേജർ സർജറിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. അധികം നേരം നിൽക്കാൻ സാധിക്കില്ല, കാലുകൾ മരവിച്ച് വീണു പോകുന്ന അവസ്ഥയായിരുന്നു. ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗമില്ല. 6.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി. വാസ്തവത്തിൽ ഞാൻ ഡോക്ടറായതുകൊണ്ട് ഒന്ന് ഭയപ്പെട്ടു, എന്ത് വേണേലും സംഭവിക്കാം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിലെ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ പിൻബലവും കരുണയുള്ള കർത്താവിൻ്റെ കൃപയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓപ്പറേഷന് തലേദിവസം ഞാൻ അഡ്മിഷൻ കൗണ്ടറിൽ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഈ വചനം പ്രകാശമായി എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. നീ ആരാണ്? ഞാൻ ആരാണ്? ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടവൾ. ഞാൻ വിചാരിച്ചു, ഞാൻ നിർമ്മല കന്യക അല്ലല്ലോ. അല്ല, ഒരിക്കലുമായിരുന്നില്ല. പക്ഷേ എൻ്റെ അരുമ മണവാളൻ അവസാനത്തുള്ളി രക്തം വരെ ചീന്തി എന്നെ തിരുരക്തത്താൽ കഴുകി തൻ്റെ വിശുദ്ധ മണവാട്ടിയാക്കി തീർക്കാൻ തിരുമനസ്സായി. എന്നെയും ആ നിർമ്മല കന്യയാക്കി തീർക്കാൻ എൻ്റെ കർത്താവിന് തിരുമനസ്സായി. ആ കർത്താവുമായി, എൻ്റെ അരുമ മണവാളനുമായി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട കന്യകയാണ് ഞാൻ. അപ്പോൾ നാളെ ഞാൻ തിയേറ്ററിൽ അബോധാവസ്ഥയിൽ, അർത്ഥബോധാവസ്ഥയിൽ അശരണയായി ഞാൻ കിടക്കും. അപ്പോൾ എൻ്റെ അരുമ മണവാളൻ കൂടെ വരാതിരിക്കുമോ? ഒരിക്കലുമില്ല. അരുമ മണവാളൻ വരും. അവിടെ നിന്ന് ആരാണ്? ഏറ്റവും വലിയ സർജൻ, ഏറ്റവും മഹത്വ സർജൻ. ഈ ലോകത്തിലെ ഡോക്ടർമാർക്ക് അവർക്ക് ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്, കഴിവുണ്ട്. അത് എൻ്റെ അരുമ മണവാളൻ കൊടുത്തതാണ്. ആ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ
എൻ്റെ കർത്താവ്, എൻ്റെ അരുമ മണവാളൻ എന്നോട് കൂടെ നിന്ന് എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. പ്രിയരെ, ഇതങ്ങ് ഓർത്തപ്പോൾ എത്ര സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിയെന്നറിയാമോ. തലേ രാത്രി ഉറക്കമില്ലാത്ത രാവായിരുന്നില്ല, എൻ്റെ കർത്താവിനോട് കൂടെ കിടന്നുറങ്ങിയ രാത്രി. പിറ്റേ ദിവസം ഓപ്പറേഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞ് ആ മുറിയിലേക്ക് കടന്നു പോയപ്പോഴും എൻ്റെ അരുമ മണവാളൻ കൂടെയുണ്ട് എന്നുള്ള ധാരണ. പ്രിയപ്പെട്ടവരെ, അതാണ് യേശുവുമായുള്ള പിരിയാബന്ധം. ആ ബന്ധം നാം ഓരോരുത്തരും പ്രാപിച്ചെടുക്കണം. നാം മറ്റുള്ളവരുടെ കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യല്ല, വ്യക്തിപരമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നാം പ്രാപിച്ചെടുക്കണം. രക്ഷ വ്യക്തിപരമായി നാം അനുഭവിച്ചെടുക്കണം. യേശുവിനോടുള്ള ബന്ധം, യേശുവിനോടുള്ള പിരിയാബന്ധം, ആ സ്നേഹബന്ധം നമ്മുടെ വ്യക്തിപരമാകണം. ഇവിടെ എന്താണ്, എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. ആദ്യ സ്നേഹം വിട്ടുപോയ അവസ്ഥയാണോ നമുക്ക് ഓരോരുത്തർക്കും? നാം മയക്കത്തിലാണോ? ആത്മാവിൽ മയക്കത്തിലാണോ? ഉറക്കത്തിലാണോ? പക്ഷേ എന്താണ് സംഭവിച്ചത്? അർദ്ധരാത്രിയിൽ മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുവീൻ എന്നുള്ള ആർപ്പ് വിളി കേൾക്കുകയാണ്. അർദ്ധരാത്രിയുടെ അനുഭവത്തിൽ പിശാച്, അന്ധകാര ശക്തികൾ കൊടികുത്തി വാഴുന്ന അവസരത്തിൽ രോഗത്തിൻ്റെ മൂർധന്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബാധയിലായിരിക്കാം, അല്ലെങ്കിൽ നാം അതുപോലെ വീണു പോകുന്ന അവസ്ഥയിലായിരിക്കാം. ചുറ്റും കൂരിരുട്ട്. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ ഒരാർപ്പ് വിളി കേൾക്കുന്നത്, മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുവീൻ. ഉടനെ ഈ 10 കന്യകമാരും അത് കേട്ടു. എല്ലാവരും എഴുന്നേറ്റു. എന്താണ് സംഭവിച്ചത്? ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, ആ സ്നേഹത്തിൻ്റെ നിറവിൽ, യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആ നിറവിൽ നിൽക്കുന്ന 5 കന്യകമാർ, അവരുടെ പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു. വേറെ അവർ എണ്ണ എടുത്തിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, യേശുവിനോടുള്ള സ്നേഹവും വിശ്വാസവും, ഇതെല്ലാം കൊണ്ട് അവരങ്ങ് നിറഞ്ഞിരുന്നു. ഉത്തമഗീതം 5:2 നാം വായിക്കുന്നു, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. അതെ, ആ പെൺകുട്ടി, ആ കന്യക ഇടയ യുവാവിനോട് വാക്ക് പറഞ്ഞവളാണ്. അവൾ പറയുകയാണ്, ഞാൻ ഉറങ്ങുകയാണ്, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. അപ്പോൾ കേൾക്കാം വാതിക്കൽ മുട്ടുന്ന പ്രിയൻ്റെ സ്വരം, എൻ്റെ സഹോദരി, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കേ, ഉണരുക. വാതിക്കൽ മുട്ടുന്ന പ്രിയൻ്റെ സ്വരം. പ്രിയപ്പെട്ടവരെ, ആ വാതിക്കൽ മുട്ടുന്ന പ്രിയൻ്റെ സ്വരം നമുക്കും ഒന്ന് അനുഭവിക്കണ്ടേ? വ്യക്തിപരമായി നമുക്ക് അനുഭവിക്കണം. പ്രിയരെ, കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ഏത് പ്രതികൂലാവസ്ഥയായിക്കോട്ടെ, രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിക്കൊള്ളട്ടെ, പിശാച് അതുപോലെ നമ്മുടെ ചുറ്റും താണ്ഡവമാടുന്ന അനുഭവമായിക്കൊള്ളട്ടെ, ഇതെല്ലാം ജയിച്ച കാൽവരി ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗങ്ങളെയും താഴെ വെച്ച് അവരുടെ മേൽ വിജയോത്സവം കൊണ്ടാടിയ പ്രാണപ്രിയനായ യേശു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അവൻ്റെ സാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ, അവനോടുള്ള സ്നേഹത്തിൻ്റെ എണ്ണ കെട്ടുപോകാതെ, ആദ്യ സ്നേഹം വിട്ട് കളയാതെ ഇരിക്കുകയാണെങ്കിൽ, പ്രിയരെ, നമുക്കും ആ കാഹളധ്വനി കേൾക്കാം. കാഹളധ്വനിയിൽ നമുക്കും ചാടി എഴുന്നേക്കാം. അനേകർ കേൾക്കുന്നില്ല, അനേകർ മയക്കത്തിലാണ്. പക്ഷേ ഈ 10 കന്യകമാർക്ക് കേൾക്കാൻ പറ്റി. 5 പേർ അവർ വിളക്ക് തെളിയിച്ചു, മണവാളിനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. ബാക്കി 5 കന്യകമാരോ, അവരുടെ വിളക്ക് കെട്ടുപോയി എന്ന് നാം കാണുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിൽ അവരുടെ വിളക്ക് കെട്ടുപോയി. അവർ അത്രയ്ക്കതങ്ങ് ഗൗനിച്ചില്ല. ആത്മനിറവ് പ്രാപിക്കണമെന്നോ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണമെന്നോ, ഏത് പ്രതികൂല കാലാവസ്ഥയിലും അന്തരീക്ഷത്തിലും ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറയണമെന്നോ അത്രയ്ക്കൊന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. പാപം കൂടാതെ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അറിയാമെങ്കിലും അതവർ അങ്ങനെ കാര്യമായി എടുത്തില്ല. എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? എന്നേക്കുമായി വാതിൽ അടയ്ക്കപ്പെട്ടു. അതുവരെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ 5 ബുദ്ധിയുള്ളവരോടൊക്കെ അവർ പറഞ്ഞ് സമാധാനം പ്രാപിച്ചിരുന്നവരാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരുന്നവരാണ്. പക്ഷേ ഇപ്പോൾ അവർ അതനുസരിച്ച് ചോദിക്കുന്നു, നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് തരാമോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ആത്മാവിൻ്റെ കാര്യത്തിൽ ആർക്കും ആരെയും സഹായിപ്പാൻ കഴിയുകയില്ല. ഇന്നിത് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിനോടുള്ള പിരിയാബന്ധത്തിലാണോ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്നും നോക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ്
തുടിച്ചു നിൽക്കുന്നുണ്ടോ? ആ ദീപം കത്തിക്കൊണ്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിനോട് ഏറ്റുപറയുക, കർത്താവേ, ഞാൻ പാതി മയക്കത്തിലാണ്, എൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, പാപങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, വലിയ പാപങ്ങളല്ല, ഹൃദയ പാപങ്ങൾ, മറ്റുള്ളവരോടുള്ള ഒരു അസൂയ, ഒരു കുശുമ്പ്, അല്ലെങ്കിൽ ഒരു ഈർഷ്യ, ഒരു പക, ഒരു പിണക്കം, ഒരു കയ്പ്, പ്രാർത്ഥനയിൽ അലസത വരിക, അങ്ങനെ യേശുവിൽ ആ വേല ചെയ്യുന്നതിൽ ഒരലസത, എല്ലാം അതൊന്നും കാര്യമായിട്ട് എടുക്കാതെ ജീവിച്ചു പോയി. കർത്താവേ, എന്നോട് മനസ്സലിയണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നു, അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പോയി എണ്ണ വാങ്ങിക്കൊള്ളുക എന്ന്. ആ സമയത്ത് എവിടെ പോയി എണ്ണ വാങ്ങാനാണ് പ്രിയപ്പെട്ടവരെ? എവിടെ നിന്നാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? പിതാവാം ദൈവവും പുത്രനാം ദൈവവും തരാതെ എവിടെ നിന്ന് പരിശുദ്ധാത്മാ നിറവ് പ്രാപിക്കാൻ പറ്റും? ഇന്ന് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായി ജീവജലം കുടിക്കട്ടെ എന്ന്. ഇച്ഛിക്കുന്നവന് ഓടി വരാൻ പ്രിയപ്പെട്ടവരെ. ഈ ക്രൂശൻ ചുവട്ടിലേക്ക് ഇന്നും ആ തിരുവിലാവ് തുറന്നിരിക്കുകയാണ്, ചോരയും നീരും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് കൊതിയുണ്ട്, ആർക്ക് ദാഹമുണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന്, ഓടി ക്രൂശൻ ചുവട്ടിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ. അത്ഭുതം നടക്കും. ഇച്ഛിക്കുന്നവൻ വരട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഈ ജീവജലം സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ. സൗജന്യമായി വാങ്ങാവുന്ന കൃപയുടെ കാലമാണ് പ്രിയപ്പെട്ടവരെ. കൃപയുടെ വാതിൽ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും രക്ഷയില്ല. അന്ന് നോഹയുടെ കാലത്ത് ദൈവം വന്ന് പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. പിന്നെ ആർക്കും അത് തുറക്കാൻ, നോഹയ്ക്ക് പോലും തുറക്കാൻ അത് കഴിയില്ല പ്രിയപ്പെട്ടവരെ. അടഞ്ഞാൽ അടഞ്ഞത് തന്നെ. ആ പെട്ടകത്തെ പണിതവരുണ്ട്, എല്ലാം കണക്ക് കൂട്ടി ആ വാതിലും എല്ലാം നിർമ്മിച്ചവരുണ്ട്. അവർ തന്നെ വന്ന് നോഹയോട് മുട്ടിക്കാണും, ഞങ്ങളല്ലേ ഈ പെട്ടകം പണിതത്. പക്ഷേ നോഹയ്ക്ക് കഴിയില്ല. നിത്യനായ ദൈവം അടച്ചു കളഞ്ഞാൽ അത് അടച്ചത് തന്നെ. ഇവിടെ 5 പേരുടെ ഭാഗ്യാവസ്ഥ, 5 പേരുടെ ദൗർഭാഗ്യാവസ്ഥ, ഇതാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ, ആകയാൽ നാളും നാഴികയും അറിയായികയാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ആ മറ്റേ 5 കന്യകമാരും വന്നു, കർത്താവേ, കർത്താവേ, അവർ വിളിക്കുന്നുണ്ട്. വാതിലിന് പുറത്തു നിന്ന് മുട്ടുന്നുണ്ട്. മുട്ടുവീൻ, ഞാൻ നിങ്ങൾക്ക് തുറന്നു തരുമെന്നുള്ള വചനമെല്ലാം പറഞ്ഞവർ മുട്ടുന്നുണ്ടാവും. പക്ഷേ ഒരിക്കലും ആ വാതിൽ തുറക്കുകയില്ല. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. ചോര ഊറ്റിത്തന്ന് നമ്മെ വീണ്ടെടുത്തവൻ പറയുകയാണ്, നമ്മുടെ പാപങ്ങൾക്ക് മുഴുവൻ ശിക്ഷ കാൽവറി ക്രൂശിലേറ്റ് നമ്മളെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുവാൻ സ്വന്തം ജീവൻ പണയം വെച്ച, പ്രാണൻ പണയം വെച്ച കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഇട വരരുതേ. നമുക്കറിയാമല്ലോ, യൂദാ ഇസ്കറിയോത്ത 3.5 വർഷക്കാലം കൂടെ നടന്നതാണ്. അവൻ ഒറ്റിക്കൊടുത്തു, പിന്നെ വന്ന് അനുതപിക്കുന്നുണ്ട്. അവന് കിട്ടിയ ആ പണം അതുപോലെ തന്നെ ദേവാലയത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അവൻ പ്രായശ്ചിത്തം ചെയ്തു. മഹാപുരോഹിതൻ്റെ അടുക്കൽ വന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു പോയി എന്ന് പറഞ്ഞു. രക്ഷ കിട്ടിയോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. വീണ്ടും യേശാവ് മാനസാന്തരത്തിന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. എന്നെയും അനുഗ്രഹിക്കണമേ. പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന് സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? ഇല്ല, മാനസാന്തരത്തിന് ഇട കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ധ്യാനിക്കുന്ന, ഇത് കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരവസ്ഥ നമുക്ക് കിട്ടരുത്. നാം ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. അതിന് നാം എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? ബലാത്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നു. ബലാത്കാരേണ. ഈ ലോകത്തിലെ ബലമാണോ? പണമാണോ? സമ്പത്താണോ? ആയുസ്സാണോ? ഒന്നുമല്ല. പാപത്തോട് പോരാടുക, വിശുദ്ധിയിൽ തികഞ്ഞു നിൽക്കുക, പിശാചിനോട് പോരാടുക, പ്രാർത്ഥനയിൽ പോരാടി ജയിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബലാത്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കുന്ന ആ സ്വർഗരാജ്യത്തെ നമുക്കും പ്രാപിച്ചെടുക്കണം. കർത്താവ് 2ാമത് വരാറായി പ്രിയപ്പെട്ടവരെ. ആ കാഹളധ്വനി കേൾക്കാറായി. 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നല്ലോ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എല്ലാവരും കർത്താവിനോട് കൂടെയായിരിക്കും. എത്ര ഭാഗ്യാവസ്ഥ! ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ സ്വച്ഛ സ്ഫടിക തങ്ക തുല്യമായ ആ നവ യെറുസലേമിൽ നമ്മുടെ പ്രാണപ്രിയനായ അരുമ മണവാളിനോട് കൂടെ അവിടുത്തെ കാന്തയായി നമുക്കും പാർക്കണ്ടേ പ്രിയപ്പെട്ടവരെ? അതിന് നാം എന്ത് ചെയ്യണം? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന കാണാം. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുവഴി നമുക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത്? നാം ഇന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയാണോ ഈ ലോകത്തിലെ കാര്യങ്ങൾ? അതൊന്നും വേണ്ടെന്നല്ല, നമുക്കെല്ലാം വേണം. പക്ഷേ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. എഫേസ്യർക്ക് ലേഖനം 3:16. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അകത്തെ മനുഷ്യനെ, ഒന്നാമത്തെ പ്രാർത്ഥന, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. നമുക്ക് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. നമ്മുടെ ശരീരത്തെ നാം പോഷിപ്പിക്കും, ശരീരത്തിന് വേണ്ടതെല്ലാം നാം ചെയ്തു കൊടുക്കും. പക്ഷേ അകത്തെ മനുഷ്യനെ പോഷിപ്പിക്കുന്ന കാര്യം, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന കാര്യം, അത് നമ്മുടെ ചിന്താവിഷയമാണോ പ്രിയപ്പെട്ടവരെ? നാം പ്രാർത്ഥിക്കണം. ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. എങ്ങനെയാണ്? നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണമാണോ? അല്ല, അവൻ്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. വീണ്ടും പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ക്രിസ്തു വിശ്വാസത്താൽ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. അതിന് വരം നൽകണമെന്നാണ്. നമുക്ക് തന്നെ സാധ്യമാണോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഈ ബലഹീനനായ മനുഷ്യന് സാധിക്കില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നമുക്കെല്ലാം സാധിക്കും. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. മൂന്നാമത്തെ കാര്യം, പ്രാർത്ഥനാ വിഷയം, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. നമ്മുടെ വേര് എങ്ങോട്ടാണ് ഊന്നേണ്ടത്? ഈ ലോകത്തിലേക്കാണോ? ഈ ലോകത്തിലെ മോദങ്ങളിലേക്കാണോ? അല്ല, ഏതെങ്കിലും കൂട്ടായ്മയിലേക്കാണോ? ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. കാൽവറി ക്രൂശിലേക്ക്, ആ സ്നേഹത്തിലേക്ക്, കാൽവറിനാഥൻ്റെ സ്നേഹത്തിലേക്ക് നാം അങ്ങ് വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരാകണം. മൂന്നാമത്തെ പ്രാർത്ഥന. ഇനിയും എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. ആ സ്നേഹത്തിൻ്റെ ആഴം, ആ സ്നേഹത്തിൻ്റെ ഉയരം, ആ സ്നേഹത്തിൻ്റെ നീളം, ആ സ്നേഹത്തിൻ്റെ വീതി. പ്രിയപ്പെട്ടവരെ, അത് വർണ്ണിക്കാൻ പറ്റുന്നതാണോ? കാൽവറിനാഥൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ആർക്ക് വർണ്ണിക്കാനാകും? പക്ഷേ നമുക്കത് ഗ്രഹിക്കണം, വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. വീണ്ടും അടുത്ത പ്രാർത്ഥനാ വിഷയം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ നാം അറിയണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ നാം അറിയണം. യേശുവിൻ്റെ സ്നേഹത്തെ, യേശു ആരാണെന്ന്, ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി നാം അറിയണം. നാം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടങ്ങ് നിറയണം. ഏറ്റവും അവസാനമായി പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് വേണ്ടത്? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. നമുക്ക് യോഗ്യതയുണ്ടോ?
നിത്യനായ ദൈവത്തിൻ്റെ ആദ്യമില്ലാത്ത ആദ്യനും അന്തമില്ലാത്ത അന്ത്യനുമായ ഈ അണ്ടകടാഹത്തിൻ്റെ മുടയവൻ്റെ, ഈ അണ്ടകടാഹത്തെ നിർമ്മിച്ചവനെ, അതിനെ സകല ചരാചരങ്ങളെ നിർമ്മിച്ചവനെ, അത് അതാതിൻ്റെ സ്ഥാനത്തിൽ നിർത്തുന്ന നിത്യനായ ദൈവത്തിൻ്റെ നിറവോളം നമുക്കും നിറഞ്ഞു വരണം. യോഗ്യതയില്ല, അർഹതയില്ല, പക്ഷേ അവിടുത്തെ കൃപയാൽ നിത്യനായ ദൈവത്തിൻ്റെ കൃപയാലും സ്നേഹത്താലും ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഓടി വരാൻ പ്രിയപ്പെട്ടവരെ. നമുക്കിത് പ്രാപിച്ചെടുക്കണം. എന്തെല്ലാമാണ് നമുക്ക് പ്രാപിച്ചെടുക്കേണ്ടത്? നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നമുക്കെല്ലാവർക്കും ആ ക്രൂശിൻ ചുവട്ടിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി വരാം. ആ പൊന്നുപാദം മൊട്ടാം. ഈ പ്രാർത്ഥനയുടെ മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുന്നു എന്ന്. നമുക്കും ഒന്നിച്ച് ആ ദൈവ തിരുമുമ്പാകെ ക്രൂശിൻ ചുവട്ടിലേക്ക് ഇഴഞ്ഞു വന്ന് ആ കർത്തൃപാദത്തിൽ മുട്ടുമടക്കി മുട്ടുകുത്തി നമുക്കും ആ പൊന്നുമുഖത്തേക്ക് നോക്കി നമുക്ക് യാചിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത മനുഷ്യൻ ആത്മാവിനാൽ ബലപ്പെടണം. അകത്ത മനുഷ്യൻ ബലപ്പെടണം. വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. എപ്പോഴും ഒരിക്കൽ മാത്രമാണോ വന്നും പോകുകയും ചെയ്യുന്നതാണോ? അല്ല, നമുക്കും ആ ക്രിസ്തു ഉള്ളിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി ഓടുവാൻ തക്കവണ്ണം ക്രിസ്തു എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിക്കണം. സ്നേഹത്തിൽ വേരൂന്നി നമുക്കും അടിസ്ഥാനപ്പെടണം. അതിൻ്റെ നീളം, വീതി, ആഴം, ഉയരം എന്നിവ സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് നമുക്ക് നിറയണം. മാത്രം പോരാ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറയണം. നമുക്ക് ഇതെല്ലാം പ്രാപിച്ചിട്ട് നമുക്കൊരുങ്ങണം, മറ്റുള്ളവരെ ഒരുക്കണം, അനേകരെ ഒരുക്കണം. കർത്താവായി യേശു ക്രിസ്തു വരാറായി. മധ്യാകാശത്തിൽ കർത്താവ് വരാറായി. തൻ്റെ വാഗ്ദത്തം നിറവേറ്റാറായി. ആരൊരുങ്ങിയിരിക്കുന്നോ, കാത്തിരിക്കുന്നോ, അവർ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, സ്തുതിയുടെ ചിറകിൽ അവർ ഉയർത്തപ്പെടും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച സ്തുതിയുടെ ചിറകിൽ പറന്നു പൊങ്ങുമ്പോൾ, പ്രാണപ്രിയനായ യേശുവിനെ മധ്യാകാശത്തിൽ വെച്ച് മുഖാമുഖം കാണുമ്പോൾ, അവൻ്റെ പൊന്നുപാദം മൊത്തുമ്പോൾ, ആ സ്നേഹത്തിൻ്റെ നിറവിൽ, ആ സന്തോഷത്തിൻ്റെ നിറവിൽ ആനന്ദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അനേകം പേർ താഴെ അവർ പിശാചിൻ്റെ പങ്കാളികളായി, അഗ്നി നരകത്തിനായി ഉദ്ദേശിക്കപ്പെട്ടവരായി അവർ വേർവിട്ടു പോകും. പ്രിയപ്പെട്ടവരെ, രണ്ടും രണ്ടായി പിരിയും. വിശുദ്ധരും അശുദ്ധരും, നന്ദിയില്ലാത്തവരും നന്ദി കെട്ടവരും, ജീവനുള്ളവരും ജീവനില്ലാത്തവരും, ക്രിസ്തുവിനോട് കൂടെയുള്ളവരും ക്രിസ്തു ഇല്ലാത്തവരും, ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ മരിക്കാത്തവരും, എല്ലാവരും രണ്ടും രണ്ടായി തിരിയും. പ്രിയപ്പെട്ടവരെ, നാം ആരുടെ കൂടെ ആകണം? ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുമോ? ഒരു തീരുമാനമെടുക്കാം. കൻപുള്ള രക്ഷിതാവേ, കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ പ്രാണപ്രിയനായ യേശുവേ, ഒന്നിനും ഒരു യോഗ്യതയില്ലപ്പാ, ഒരു അർഹതയും ഞങ്ങൾക്ക് പറയാനില്ലപ്പാ. എങ്കിലും ഞങ്ങൾക്കിത് പ്രാപിച്ചെടുക്കണം. ഞങ്ങൾ ഒരുങ്ങണം, അനേകരെ ഒരുക്കണം. അതിനായി അപ്പൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. മഹത്വം തിരുമേനി മാത്രം എടുക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.